വളരെ വലിയ നോട്ടമാണ്. അവരുടെ കറാമത്ത് വലിയ കറാമത്താണ് എന്നൊക്കെ ഞാൻ ജനങ്ങളോടും പറയുന്നു. നമ്മൾ മനസ്സിൽ വിചാരിച്ച പല കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു തരും. ഞാൻ പഠിക്കുന്ന കാലത്ത് എപ്പോഴും ദ്വാരക്കാൻ പറയല്ലോ, ഒന്ന് എൽമ് കിട്ടാൻ നാഫിയ എൽമ് കിട്ടാനും ആഫിയത്തിനും, ആ കൂട്ടത്തിൽ കടമ്പ് ഇടാനും ദ്വാരക്കാൻ പറയും. എനിക്ക് ചെറിയ കടം ഉണ്ടാവുമല്ലോ, മുത്താലിമാമോ ചെറിയ കടം ഉണ്ടാവും, ചായപ്പൊടിയിൽ കൊടുക്കാനും ഇവിടെയൊക്കെ. അപ്പം അന്നൊക്കെ പറയുന്നത് അഴുതുബിക്കുമെന്ന് ഫലപത്തിദ്ദൈനി വക്കഹരിച്ചാൽ എന്നൊരു ദ്വാണ്ടല്ലോ, കടം ഹാലിമായി വരുന്നത് തൊട്ട് കാക്കണമെന്ന്. അതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടായ ഒരു കടം ഉണ്ടാവില്ല, ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ ഞാൻ മുദരിസൊക്കെ ആയതിന് ശേഷം ഒറ്റ പറയൽ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഗ്സമി വൽ മഗ്റം. എന്നെ എന്നും റസൂലുള്ളാഹി ദ്വാരന്നിട്ടുണ്ട്, കടത്തിനെ തൊട്ട് എന്നെ കാക്കണേ എന്ന്. അപ്പോൾ ഒരു ദ്വായയിൽ കടം വാലിബാകുന്നതിന് തൊട്ട് കാക്കണമെന്നായിരുന്നു. വേറൊരു ഹദീസിൽ കടത്തിനെ തൊട്ട് ദ്വാരക്കണം, രക്ഷപ്പെടുത്തണമെന്ന് ദ്വാരന്ന്. അപ്പോൾ രണ്ടും രണ്ട് അവസ്ഥയിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്ര പൈസ കടം ഉണ്ട്, അത് ഇന്ന ദിവസം കൊണ്ട് വീടിപ്പോകും എന്നാണ് എന്നോട് പറഞ്ഞു വിട്ടത്. സുബ്ഹാനല്ലാഹ്, എനിക്ക് അത്ഭുതമായിപ്പോയി. ഇത്ര ഉറുപ്പ്യ, ഇത്ര അണ, ഇത്ര പൈസ. അന്ന് അണയാണ്, അണാന്നും പൈസ എന്നാ പറയാം. അപ്പോൾ വലിയ കടമൊന്നുമില്ല. ഒരു താലിമായ കാലത്ത് ഉള്ള കടം ഒരു 14 ഉറുപ്പ്യ അങ്ങനെന്തോ ആണ്. 14 ഉറുപ്പ്യ 60 പൈസ, 4 അണ 60 പൈസ, അങ്ങനെന്തോ ഒരു കണക്കാണ്. അവർ കൃത്യം അങ്ങോട്ട് പറഞ്ഞ്, ഞാൻ പോയിട്ട് പെണ്ണെടുത്ത് കൊത്തിന്ന് ചായപ്പീടിയിൽ എത്ര കൊടുക്കാനുണ്ട്, സോപ്പ് വാങ്ങിയെടുത്ത് എത്ര കൊടുക്കാനുണ്ട്, തുണി കുപ്പായം വാങ്ങിയെടുത്ത് എത്ര കൊടുക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ കണക്കൂട്ടിയപ്പോൾ അവർ പറഞ്ഞ അതേ കറക്റ്റ് എവിടുന്ന് കിട്ടിയതായി ഈ കണക്ക്? റബ്ബുൽ ആലമീൻ അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പം അത്ര അങ്ങനെ പല കറാമത്തുകളും എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്